അപ്പോൾ അതാ ഇവിടെ നിന്നുള്ള യാത്ര ആരംഭിക്കുന്നു. അമ്മേ, രാവിലെ ഈ സമയത്ത് കാണത്തില്ലായിരിക്കും. പോയി നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഞാൻ കണ്ടു, പോയി നോക്കാം. കാറൊക്കെ ആയിരിക്കും, ബൈക്ക് ചിലപ്പോൾ കയറുമെങ്കിലോ. എങ്കിൽ പിന്നെ ജീപ്പുകാരോടെ കിടക്കത്തില്ലല്ലോ, പോകാൻ വേണ്ടി കിടക്കുന്നവരവരൊക്കെ. പോയി നോക്കാം. കോൺക്രീറ്റ് പണികൾ നടക്കുന്നതുകൊണ്ടേ മുകളിലോട്ട് വണ്ടി വിടുന്നില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. റോഡൊന്നും ശരിയായിട്ടില്ല ഗൈസ്, ഇപ്പം എല്ലാം പഴയ പോലെ തന്നെയാണ്. നമ്മൾ വെറുതെ സംശയിച്ചു. ഞാൻ ഈ ഫോണൊന്നും എടുത്ത് അകത്ത് വെച്ചോട്ടെ. ഇനിയിപ്പോൾ വഴി വേറെ തിരിവും വളവൊന്നുമില്ല, നമുക്ക് നേരെ അങ്ങ് പോകാന്നേ ഉള്ളൂ. ഈ റൂട്ടിൽ നിന്ന് ഒരു SH കോൺവെൻറ്റ് ആര്യങ്കാവ് അങ്ങോട്ടുള്ള വഴിയാണ് കേട്ടോ അത്. കയറട്ടെ. ഇപ്പോൾ റോഡ് അത്യാവശ്യം ഓക്കെ കേട്ടോ. ഇവിടുന്ന് ടാർ ചെയ്തിട്ടൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അങ്ങ് അവരെങ്ങനെ തന്നെ കണ്ടാൽ മതിയായിരുന്നു. ആ ഭാഗത്തോട്ട് മഴക്കാറുണ്ട് കേട്ടോ. മിക്കവാറും മുകളിലെത്തുമ്പോൾ മഴ പെയ്യുമായിരിക്കും. ചെറിയ രീതിയിൽ കോടയും മൂടിക്കിടപ്പുണ്ട് അവിടെ ആ ഭാഗത്ത്. ഇത് നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ ഓഫ് റോഡാണ് ഗൈസ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ എല്ലാം കൂടെ അവിടെ കിടക്കും. സോ ഗൈസ്, ഇവിടം വരെ വണ്ടി വിടുകയുള്ളൂ കേട്ടോ, ബൈക്ക്. കാരണം മുകളിലോട്ട് കോൺക്രീറ്റിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ വണ്ടി വെച്ചിട്ട് മുകളിലോട്ട് പോകേണ്ടി വരും. കാരണം മുകളിൽ വരെ ജീപ്പ് വരുള്ളൂ. അപ്പം ഇവിടെയുള്ള പയ്യന്മാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പെർ ഹെഡ് 150 രൂപയാണ് മുകളിലോട്ട് പോകാൻ ജീപ്പിൽ. അപ്പോൾ നമുക്കൊന്ന് മുകളിലോട്ട് പോയി നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. ഇവിടെ തന്നെ 6.5 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ നടക്കാനായിട്ടുള്ളത് പ്രാക്ടിക്കലല്ല. അതുകൊണ്ട് നമുക്ക് മുകളിൽ ചെന്നിട്ട് ജീപ്പിന് എത്രയാവുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ എന്തായാലും ഇവിടം വരെ വന്നിട്ട് തിരിച്ചു പോകുന്നത് മോശമല്ലേ. അതുകൊണ്ട് തോന്നിക്കുന്നത് നമ്മുടെ അമ്പൻ റേറ്റ് ചോദിച്ചു നോക്കാം.
എത്രയാവും ചേട്ടാ? ഞങ്ങൾ 3 ഉള്ളൂ. ആ കുറച്ച് പേരും കൂടെ വരുന്നുണ്ട്. ഇതൊക്കെ നടന്നു പോയിട്ട് വരുന്നവരാണത്. അതെ, 4 പയ്യന്മാരായിരിക്കും. 2 ബൈക്കും കണ്ട് കയറ്റിക്കൊണ്ട് പോയി. അവരവിടെ ചെന്നപ്പോൾ ഈ രാജാത്തോടം പോയതാ. അവിടെ അവർ ടയർ കുത്തിയിട്ടു. അയ്യോ, വണ്ടി നല്ല എവിടെ കണ്ടുണ്ട് പിന്നെ നടന്നു വരും. അരിങ്ങാനും കോൺഗ്രസ് കഴിഞ്ഞതേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ട് തുറക്കത്തുള്ളൂ. രാജാത്തോട്ട് ഇവിടുന്ന് അവിടെ കയറിപ്പോൻ അനുവാദമില്ല. അതാ ബോർഡ് വെച്ചേക്കണം ഫോറസ്റ്റിൽ. 1000 മുതൽ 5000 വരെ ഫൈനാണ്. അവരൊന്ന് പിടിച്ചാ ഇവിടെ വണ്ടി വന്നോണ്ടിരുന്നത്. ഇപ്പം തിങ്കളാഴ്ച മുതൽ ചൊവ്വാഴ്ച മുതലോട്ട് റോഡ് പണി തുടങ്ങിയതുകൊണ്ടാ ബ്ലോക്ക് ചെയ്തു. അടുത്ത തിങ്കളാഴ്ചയൊക്കെ ആകുമ്പം വണ്ടി എടുത്തോളൂ. ഞങ്ങളുടെ താഴെ ഓടിക്കേണ്ടത് 3 വണ്ടി ഇവിടെ കയറ്റിയിട്ടുണ്ട്. 3 ജീപ്പ്. ജീപ്പ് നിർത്തി നമ്മൾ എടുക്കാം. അതന്നെ വേറെ ജോയിൻ വല്ലതും ഉണ്ടെന്നൊക്കെ അവിടെ. ആ പൈപ്പില്ലയോ? അത് പെട്ടെന്ന് മാറ്റിയത്. അതായത് റോഡ് വരെ പോയി നോക്കി. അതിനപ്പുറം ഞാൻ അത് വന്നില്ല. വൈകിട്ട്
സോ നമ്മൾ ഇവിടെ നിന്നാണ് ടിക്കറ്റൊക്കെ എടുത്ത് ഒരാൾക്ക് 70 രൂപയാണ് കേട്ടോ. അങ്ങനെ 3 പേർക്ക് കൂടെ 210. ഇതാ മലയിലൊക്കെ ഇതാ കോട മൂടി കിടക്കുക ഇതാ ഭാഗത്തൊക്കെ. സോ നമുക്കിനിയൊരു 100 മീറ്റർ നടക്കാനുണ്ട് മുകളിലോട്ട്. നമുക്ക് പയ്യെ സ്റ്റെപ്പൊക്കെ കയറി മുകളിലോട്ട് പോകാം. ജീപ്പിന് പെർ ഹെഡ് അല്ല കേട്ടോ, ജീപ്പിന് ഫുള്ളായിട്ട് 800 രൂപയാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ 3 പേരല്ലാതെ ഒരു 4 പേരെയും കൂടെ കിട്ടി. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ആ ജീപ്പിലാണ് വന്നത്. അപ്പോൾ ഒരാൾക്ക് 120 ആ റേഞ്ചേ ആവത്തുള്ളൂ. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ മൂക്ക് പിടിച്ച് വീഴും, അത്രേ ഉള്ളൂ. അവർ രണ്ടുപേരും എന്താ മുകളിലോട്ട് കയറിപ്പോയി. ഇവിടെ നല്ല വ്യൂ ഉണ്ടോ? ആയിട്ടില്ല, കുറച്ചുകൂടെ ഉണ്ട് കയറാൻ. സോ നമ്മൾ നടന്ന് ഇതിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇവിടെ ഓരോ മരത്തിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മൈസൂർ പൊട്ടറ്റോ പ്ലം. ലൈറ്റ് ടവർ. ടിക്കറ്റ് ആ ഭാഗത്താണ് അഗസ്ത്യാർ മല. ഇത് റിസർവോയറാണ്, തെന്മല ഡാമിൻ്റെ റിസർവോയർ. ഡാം ഇത് ആ സൈഡിലോട്ടാണെന്ന് തോന്നുന്നു. ആ ഭാഗത്തില്ലേ അഗസ്ത്യാർ മല? ആ ഭാഗത്ത് പൊന്മുടി നേരെ ഈ മലയുടെ അപ്പുറത്താണ് പൊന്മുടി എന്ന് തോന്നുന്നു. ആ, നമുക്കിനി കാണുന്ന ടവറിലോട്ട് കയറാം. തകരപ്പാട്ട ചവിട്ടി കയറുന്ന പോലെ ഉണ്ടല്ലോ. ആ ഭാഗത്ത് ആനയുണ്ടെന്നാണ് പറയുന്നത്, പക്ഷെ നമുക്കൊന്നും കണ്ടുകൂടാ. സെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇത് മറ്റേ തെന്മല ഡാമിന്റെ റിസർവോയറിലുള്ള വെള്ളം. അതായത് ആ ഭാഗത്ത്, ഈ ഭാഗത്തല്ലേ ഇത് ഡാം. ഈ മലയുടെ അപ്പുറത്താണ് പൊന്മുടി. ഇതിൻ്റെ അപ്പുറത്ത് ആ സൈഡിൽ അഗസ്ത്യാർ മല, അതിൻ്റെ അപ്പുറത്ത് തമിഴ്നാട്. കാണുന്ന ഒരു ലവിൻ്റെ ഷേപ്പിലുള്ള ഒരു ഐലൻഡാണ് കണ്ടോ. ഇതൊരു ആമയുടെ ഷേപ്പിലുള്ള ഒരു ഐലൻഡ്. ഇല്ലേ, ആമയുടെ തലയും കാലും വാലും ഒക്കെ പോലെ ഉണ്ട്. ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ അഗസ്ത്യാർ മല സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ആ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ തമിഴ്നാട് കേരള ബോർഡറും വരുന്നത്. പിന്നെ ഈ മലയുടെ അപ്പുറത്ത്
പൊന്മുടി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തെന്മല ഡാമിലെ റിസർവോയറാണ് ഈ കാണുന്നത്. ഈ വെള്ളമൊക്കെ ഇവിടെ ഇതിങ്ങനെ കെട്ടി നിർത്തിയേക്കാണ്. ഡാമിലോട്ട് പോകുന്ന വെള്ളമാണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയത്തില്ല അതിനെപ്പറ്റി കറക്റ്റായിട്ട്. സോ ഗൈസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ എന്നൊക്കെ പറയുന്നത്. സോ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. സമയം ഇപ്പോൾ 10:40 കേട്ടോ. നമുക്കിവിടുന്ന് പോവാം. ശരി കേട്ടോ. നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. ഇങ്ങോട്ടുള്ള വഴിയാണെങ്കിലും ആകെ നമുക്ക് പറ്റിയത് ആ ജീപ്പ് എടുക്കേണ്ടി വന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടം വരെ നമുക്ക് വണ്ടി പിടിച്ച് വരാമായിരുന്നു. ഒരു 3-4 ദിവസത്തിനുള്ളിൽ റോഡ് തുറക്കുമെന്നാണ് അവർ ആ ചേട്ടൻ പറഞ്ഞത്. അത് കഴിഞ്ഞാൽ എല്ലാ വണ്ടികൾക്കും ഇവിടം വരെ എത്താം. ആ ഭാഗത്തുനിന്ന് കാറ്റടിക്കുന്ന സൗണ്ട് കേട്ടോ. ആ ഭാഗത്തു നിന്നാണ് കേട്ടോ കാറ്റൊക്കെ വരുന്നത്. കുറേ തുമ്പികളൊക്കെ പറക്കുന്നത് കേട്ടോ. ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. ഇഷ്ടംപോലെ തുമ്പികൾ പറക്കുന്നുണ്ട്. അവിടെ ആ സെക്യൂരിറ്റി ചേട്ടനായിട്ട് ഇരിക്കുന്ന അങ്ങേരുടെ അവസ്ഥ ആലോചിച്ചോ. വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കണം. അവിടെ ആ സെക്യൂരിറ്റി ചേട്ടൻ ഇരിക്കുന്നേ വൈകിട്ട് വരെ പോസ്റ്റ്. അതാ ഫുഡൊക്കെ എങ്ങനെ കൊണ്ടുവരുമായിരിക്കും. ഉച്ചവരെ കാണുള്ളൂ. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ ജീപ്പ് റൈഡ് കഴിഞ്ഞ് തിരിച്ചെത്തി ഗൈസ്. ഇനി നമ്മൾ ബൈക്ക് വെച്ചേക്കുന്ന അങ്ങോട്ട് താഴോട്ട് പോവാം. വാ, താഴോട്ട് ഇറങ്ങാം. ഈ ജീപ്പിലാണ് കേട്ടോ നമ്മൾ പോയിട്ട് വന്നത്. ഇവിടെ കുരങ്ങന്മാർ. ശരിയാ. ഇതിൻ്റെ മണ്ടയിൽ കൂടെ അവന്മാർ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ടയർ കുത്തി പൊട്ടിച്ചിട്ടെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കുറേ പയ്യന്മാർ നടന്നു വരുന്ന കണ്ടില്ലേ തിരിച്ച്. അത് ഇതുവഴി കയറ്റി ഇട്ടിട്ടേ അവന്മാർ വണ്ടിയും കൊണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവന്മാർ ടയർ കുത്തി പൊട്ടിച്ചു. അവിടെ ഉള്ളവർ നാട്ടുകാർ. വണ്ടി അവിടെ ഇനി വേറെന്തോ വഴി. അതിനിപ്പോൾ ഇത് റെഡി ആയിട്ടല്ലേ പറ്റൂ. തിങ്കളാഴ്ചയിൽ തുറക്കുമെന്ന് പറഞ്ഞേ. ഒന്ന് വരുമായിരിക്കും തിരിച്ച്. നമ്മുടെയൊക്കെ അവസ്ഥ വെച്ചത് അങ്ങനെ കുറേ വണ്ടി ഉണ്ടല്ലോ. അല്ല, ഈ തടി നമ്മൾ കണ്ടില്ലല്ലോ. ഞാൻ നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇനി വണ്ടി എടുത്തിട്ട് കാണാം കേട്ടോ. സോ ഗൈസ്, നമ്മൾ താഴെ എത്തിയിരിക്കുകയാണ്. വീണ്ടും വണ്ടി വെച്ച സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തി. ഒരാൾക്ക് 115 കേട്ടോ. അതായത് ജീപ്പിന് ഫുള്ളായിട്ട് 800 ഞങ്ങൾ 7 പേരുള്ളതുകൊണ്ട് ഒരാൾക്ക് 115 ആയുള്ളൂ. 4 പേര് വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ലാഭം കിട്ടി. ഇപ്പം ഈ താഴോട്ട് പോകാം. താഴെ പോയിട്ട് ചായയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. കുറേ പേര് നടന്നു പോകുന്നുണ്ട് കേട്ടോ മുകളിലോട്ട്. പക്ഷേ മാപ്പിൽ കാണിക്കുന്നത് 8 കിലോമീറ്ററോളം ഉണ്ടെന്നാണ്. അവർ എന്ത് വിചാരിച്ചതാണോ എന്തോ നടന്ന് പോകാമെന്ന് വിചാരിച്ചത്. കുറേ ദൂരമുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. സോ അടുത്ത തിങ്കളാഴ്ചത്തോടെ ഈ റോഡ് തുറക്കുമെന്നാണ് ജീപ്പിലെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. അതിന് കഴിഞ്ഞിട്ട് വണ്ടികളൊക്കെ മുകളിലോട്ട് വിടും കേട്ടോ. അപ്പോൾ തൽക്കാലത്തേക്കാണ് ഇപ്പോൾ ഇവിടെ അടച്ചു വെച്ചേക്കുന്നത്. ഇങ്ങോട്ടുള്ള KSRTC ബസ്സാണെന്ന് തോന്നുന്നത്. അതിവിടം വരെ ഇപ്പോൾ സർവീസുള്ളൂ.
നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് പോയപ്പം അത്യാവശ്യം മൂടിയൊക്കെ കിടന്നേ. ഇപ്പം നല്ല വെയിലായി കേട്ടോ. സമയം ഇപ്പം 11:30 നമ്മൾ വിചാരിച്ചതിനേക്കാളും ലേറ്റായി. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റി. ഈ റോഡും കൂടെ ഒന്ന് റെഡിയായ അടിപൊളിയായിരിക്കും. ഇനി അവിടെ മുകളിൽ പണി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ടും താമസിക്കാതെ ഒരു കോൺക്രീറ്റോ ടാറോ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. കാരണം ഇത്രയും ആൾക്കാർ വരുന്നതല്ലേ. അപ്പം റോഡ് നന്നായാലല്ലേ കൂടുതൽ ആൾക്കാർ വരുള്ളൂ. ഏതാ ബ്രോ? ഓ ഇല്ല, പഞ്ചറായോ? ഓ അതെ, ചേട്ടൻ പറഞ്ഞായിരുന്നു നിങ്ങൾ അങ്ങോട്ട് മുകളിലോട്ട് കയറ്റിയായിരുന്നോ? ഓ 2 ടയറും വിട്ടോ? ആ ഓ അതെ, ഓടിച്ച റിമ്മിനി വളയോ അത്? ഓ ഓക്കെ. അവർ അവിടെ തടി കഷ്ണമായിട്ട് റോഡ് തടഞ്ഞിട്ടില്ലായിരുന്നോ? ഇവരത് വകവയ്ക്കാതെ വണ്ടിയും കൊണ്ട് മുകളിലോട്ട് പോയി. അങ്ങനെ അവിടെ ഉള്ളവർ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവരുടെ വണ്ടിയുടെ ഫ്രണ്ട് ടയർ 2 കുത്തിപ്പൊട്ടിച്ചു. അതിവരുടെ കുഴപ്പമാണ്, എന്നാലും ടയർ കുത്തിപ്പൊട്ടിക്കണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവർ താഴെ വരെ തള്ളി കൊണ്ടുപോകണ്ടേ. പാവം. പമ്പുണ്ടോ എന്ന് ചോദിച്ചതാ. 2 ബൈക്കിൻ്റെയും കാറ്റൂരി കിട്ടോ. ഒന്നിൻ്റെ ബാക്ക് ടയറും ഒന്നിൻ്റെ ഫ്രണ്ടും. ബാക്ക് ടയർ ആയതുകൊണ്ട് മറ്റേത് ഉരുണ്ട് പോകുന്നുണ്ട്. മറ്റേ ഫ്രണ്ട് ടയറേ ഈ ഇപ്പം കണ്ട ബൈക്കും ഫ്രണ്ട് ടയറാണ്. അപ്പോൾ അത് പോയ റിമ്മ് വളയത്തേ ഉള്ളൂ. ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കൂടെ ഇനി ഒരു തള്ളി ഇനി താഴെ വരെ കൊണ്ടുപോകണം. കഷ്ടമുണ്ട്. ആ റോഡ് സിമെൻറ്റ് ചെയ്തിട്ട് ഇന്നലെ എന്തോ സിമെൻറ്റ് ഇത് ചെയ്തേ ഉള്ളൂ, കോൺക്രീറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ അത് നേരെ ഉണങ്ങിയിട്ടില്ല. അപ്പോൾ അപ്പോഴാണ് ഇവന്മാർ വണ്ടി എടുത്തുകൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ കയറി പോയത്. അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ. അപ്പോൾ വണ്ടി കയറി അത് എന്തായാലും കോൺക്രീറ്റ് ചെയ്തത് മുഴുവൻ നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ. മറ്റേ പയ്യന്മാർ നടന്നു പറഞ്ഞാ എന്നോട് ചോദിച്ചു പമ്പ് വല്ലതും ഉണ്ടോയെന്ന്. ഞാൻ പറഞ്ഞില്ല ബ്രോ. ആ ഒരു വണ്ടിയുടെ ബാക്ക് ടയറും ഒന്നിൻ്റെ ഫ്രണ്ട്. ആ ഫ്രണ്ടിലാ ഒട്ടും പറ്റാത്ത, മറ്റേത് ഉരുണ്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അമ്മ മരം മാറ്റിയിട്ടിട്ട് കയറ്റി എടുത്തോണ്ട് പോയി കാണും. ആ പക്ഷെ അങ്ങനെ ചെയ്യണ്ടായിരുന്നു. ഇനി ആ റോഡ് മുഴുവൻ ഉരുട്ടി ഇറക്കണ്ടേ. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആ വണ്ടിയുടെ റിമ്മ് വളഞ്ഞു പോകുമായിരിക്കും. എന്തുവാ? ഓ പഴം. അത് കുഴപ്പമില്ല, ഇച്ചിരി പഴുത്ത് പോയെന്നല്ലേ ഉള്ളൂ. ലേശം ബനാന കഴിക്കൂ. അപ്പോൾ അങ്ങോട്ടാണ് തമിഴ്നാട്, ആര്യങ്കാവ്. ഇതാണ് ആര്യങ്കാവ് ജംഗ്ഷൻ. അങ്ങോട്ടാണ് തമിഴ്നാട്. ട്രെയിനിൽ വരികയാണെങ്കിൽ ഒരു ഒരു ടണൽ കയറി ഇറങ്ങിയാൽ തമിഴ്നാടായി. ഓക്കെ, അപ്പോൾ അതൊക്കെയായിരുന്നു റോസ്മലയിലെ കാഴ്ചകൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ അവിടെ കാണിക്കാനായിട്ട്. ആ ഒരു വ്യൂ പോയിൻറ്റും പിന്നെ ആ തെന്മല റിസർവോയറിൻ്റെ ആ വെള്ളവും പിന്നെ ആ മലകളും അതൊക്കെ ഉള്ളൂ. ഒരു ദിവസത്തെ ഒരു ട്രിപ്പായിട്ട് നമുക്ക് പോയിട്ട് വരാവുന്നേ ഉള്ളൂ, നമുക്ക് ട്രിവാൻഡ്രത്തു നിന്നാണെങ്കിൽ. പിന്നെ ഇവിടെ വഴിക്ക് കാണാനുള്ളത് തെന്മലയൊക്കെയാണ്. നമ്മളിപ്പോൾ തെന്മല കയറുന്നില്ല. നമുക്ക് തെന്മലയിലോട്ടായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യണം. ഇവിടെ വെൽക്കം ടു കേരള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ അച്ചൻകോവിൽ നദി. വെള്ളമൊക്കെ കുറവാണ്. നമ്മൾ പോകുന്ന ഹൈവേയുടെ സൈഡിൽ കൂടെ തന്നെയാണ് ഇത് ഒഴുകുന്നത്.
പണ്ടൊക്കെ അതിൻ്റെ മുകളിലോട്ട് കയറാമായിരുന്നു. ഇപ്പോൾ റെയിൽവേ അതൊക്കെ അടച്ചു. കാരണം ട്രെയിൻ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട്. ഇതാണ് കേട്ടോ തെന്മല ഡാമിലേക്കുള്ള എൻട്രി. നമുക്ക് ഇപ്പോൾ കയറണ്ട, നമുക്ക് വേറൊരു ദിവസം വരാം, ഇതിന് വേണ്ടിയിട്ട് വരാം. ഇതാണ് നമ്മൾ രാവിലെ കണ്ട തെന്മല ഡാമിൻ്റെ വ്യൂ കേട്ടോ. അതാണ് ഡാം. അങ്ങനെ പോവാം. അതിവിടെ കണ്ടിട്ട് പോവാം. ഡാമിൻ്റെ മുകളിൽ നല്ല വെയിലായിരിക്കും എപ്പോഴും. കുറേ പാടത്തിൻ്റെ ഉള്ളിൽ കുറേ മരങ്ങളൊക്കെ ഉള്ള കാരണം കുഴപ്പമില്ല. ഞാനും പിന്നെ കുറച്ച് കപ്പിൾസ് മാത്രം. അന്ന് വന്നപ്പോൾ ടിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നു, ഇപ്പോഴും കാണത്തില്ല. ഇവിടെ നിന്ന് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, അതിനാണെങ്കിൽ ടിക്കറ്റ് കാണുമായിരിക്കും. കുറേ അയലുണ്ടല്ലോ. അല്ലല്ല, ഇതൊന്നും അല്ല നമ്മൾ കണ്ടോ, കാണോ? നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല, ഇതൊന്നും അല്ല ഇതായിരിക്കണം. നമ്മൾ കണ്ട അയൽ ഉറപ്പായിട്ട് ഇതൊക്കെ തന്നെയാണ്. അപ്പം നമ്മൾ ആ ഏരിയയിൽ ഏതോ ഒരു ഹൈ പൊസിഷനിലാണ്. കുഷ്ടവഞ്ചി തുഴഞ്ഞ അവസാനം വേറെ വല്ലയിടത്തും പോയി കിടക്കും. സോ ഗായ്സ്, ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ഒരു ഡാമിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ നിന്ന് ടിക്കറ്റ് എടുത്ത് വന്ന് ബോട്ടിംഗ് ഒക്കെ ചെയ്യും. നമ്മളവിടെയാണ് കേട്ടോ വണ്ടി വെച്ചേ. എങ്കിൽ പിന്നെ നമുക്ക് പയ്യെ താഴോട്ട് പോവാം. ഇവിടെ വേറെ ഒന്നുമില്ല കാണാൻ. സോ ഇത് തെന്മല ബോട്ടിംഗ് പോയിന്റ് എന്നാണ് കേട്ടോ ഗൂഗിൾ മാപ്പിൽ കിടക്കുന്നത്. നമ്മൾ അവിടുത്തെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. നമ്മളിവിടുന്ന് ഇറങ്ങുവാ, ഇനി പോവാം. വാ. കുളത്തൂപ്പുഴ ശാസ്താ ക്ഷേത്രമാണ് അപ്പുറത്ത് ആ സൈഡിലോട്ടുള്ളത്. വെള്ളം കുടിക്കാം. അവിടെ ഒരു കടയുണ്ട്, കൊടുക്കും. അങ്ങോട്ട് വേണോ? എന്നാ പോവാം, വാ. ഇഷ്ടംപോലെ മീനുകളുണ്ട്. അപ്പം നമുക്ക് ഇവിടെ മീനിന് ഈ പൊരിയൊക്കെ കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് നോക്കുമ്പോഴേ കാണാം ഇഷ്ടംപോലെ മീനുകൾ. ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് ചെല്ലട്ടെ, വണ്ടി വെക്കട്ടെ. ഇന്ന് പൊരിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിച്ച് നമ്മൾ മീനിന് കൊടുക്കും. രാവിലെ സ്നേഹിക്കും, വൈകുന്നേരം പൊരിച്ചടിക്കും. പ്രത്യേകതര സ്നേഹം. വേറെ വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുപോകാന്നുള്ള രീതിക്ക്. ഇതാണ് മോണിൽ നിന്നുള്ള വ്യൂ. എല്ലാത്തിനും സൈസ് നോക്ക്. ഒരാൾ അവിടെ ഇരുന്ന് ആഹാരമൊക്കെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴാ കണ്ടേന്തോ. 10 ഒരെണ്ണം കഴിക്കും.
സെയിം സാധനം കഴിക്കുന്നു. ഇവിടെ മാത്രം കാണുന്ന മീനാണല്ലോ ബ്രോ. ഷേപ്പറും എടുത്ത് ചാടി നോക്ക്, ഏതെങ്കിലും മീൻ വിഴിങ്ങോണ്ട് പോണ. ആ കാണുന്നതാണ് കേട്ടോ അമ്പലം. മീനൊക്കെ നമ്മുടെ ആഹാരം കൊടുത്ത് ഇനി പോവാണ്. സോ നമുക്കിനി പോവാം. സ്ട്രൈറ്റ് ക്യാരറ്റ്. പോട്ടാ പോ, സൂക്ഷിച്ചോ. അങ്ങനെ നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ അവസാനിച്ചിരിക്കുകയാണ്. ഇറ്റാഗ് ഇതാ അങ്ങോട്ട് പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് പോവാണ്. നമ്മൾ നമ്മുടെ വീട്ടിലോട്ടും പോവാണ്. രാവിലെ ഇവിടെ നിന്നാണ് കേട്ടോ തുടങ്ങിയത്. നമ്മളിതാ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. സ്വപ്ന. സമയം ഇപ്പോൾ 2:30 കേട്ടോ. നമ്മൾ വിചാരിച്ചത് 12:30 മുമ്പ് എത്തുമെന്നാണ്, പക്ഷേ എത്തിയില്ല. അതങ്ങനെയാണല്ലോ, നമ്മളൊന്ന് വിചാരിക്കും പക്ഷെ വേറൊന്നും നടക്കും. ഇപ്പോൾ പിന്നെ ബ്രോ ഞാൻ വിടട്ടെ, വ്യാഴാഴ്ച. സോ ദർശൻ പോയ യാത്രയാക്കി. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. സോ അതൊക്കെയായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു ട്രിപ്പ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഈസ് മിസ്റ്റർ സോൾ വാണ്ടറർ സൈനിങ് ഓഫ്. ബൈ.